ടൈമിങ് വളരെ പ്രധാനമാണ്. അപ്പോൾ മെൻസ്ട്രൽ സൈക്കിൾസ് നോക്കി ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള ടൈം കണ്ടെത്തി ആ സമയത്ത് നമ്മൾ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. എന്തുകൊണ്ട് മുടികൊഴിച്ചിൽ, എന്തുകൊണ്ട് താരൻ എന്ന് ആദ്യം മനസ്സിലാക്കി അതിൻ്റെ കാരണത്തിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെറും സിംറ്റമാണ്. കഷണ്ടിയെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കഷണ്ടിയെ പറ്റി അത് ജനറ്റിക്കലാണ്. അലോപേസിയ എന്ന് പറയുന്നത് ജനറ്റിക്കലായിട്ടുള്ള നമ്മുടെ ജീൻ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒരു ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണം നമ്മൾ ജലത്തിലിട്ടിട്ട് ഒരു കട്ടിയുള്ള സ്ഥലത്തേക്ക് തട്ടി ഒരു ചോലിലേക്ക് തട്ടി കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുമോ, അതുപോലെ ശരീരത്തിൻ്റെ ആരോഗ്യം നല്ലതായി ക്ഷയിക്കും. ഹലോ എവരിവൺ, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇൻഫോടെക് സ്റ്റുഡിയോസ്. ഇന്ന് നമ്മളിവിടെ ഇരിക്കുന്നത് നവജീവൻ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടൻറ്റ് ഫിസിഷ്യനായ ഡോക്ടർ അംനാദാണ്. ഇന്ന് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. സോ വെൽക്കം ടു ദ ഷോ ഡോക്ടർ. അപ്പം വാദം, പിത്തം, കഫം, ഇത് മൂന്നുമാണ് ആയുർവേദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നിയന്ത്രിക്കുന്നത്. എങ്ങനെയാണ് ഡോക്ടർ ഇത് ശരിക്കും നമ്മുടെ ഇത് ചെയ്യുന്നത്? വാദപിത്ത കഫങ്ങൾ എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ 3 ബയോ എനർജീസാണ്. ശരീരത്തിനെ സ്റ്റെബിലൈസ് ചെയ്യുകയും ശരീരത്തിൻ്റെ ഫങ്ഷൻസിനെ നിയന്ത്രിക്കുകയും ശരീരത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിവിഗതികൾ നിയന്ത്രിക്കുകയും ചെയ്യുന്ന 3 ദോഷങ്ങളാണ് വാതപിത്ത കഫങ്ങൾ എന്ന് പറയുന്നത്. ദോഷങ്ങൾ എന്നാണ് അതിൻ്റെ ടെർമിനോളജി. ദോഷം അത് ഓരോ പഞ്ചമഹാഭൂതങ്ങളിൽ നിന്നും ഡിറൈവ് ചെയ്തതെന്നാണ് ആയുർവേദത്തിൻ്റെ ശാസ്ത്രം നിർവചിച്ചിരിക്കുന്നത്. അതായത് പൃഥ്വി, തേജസ്, വായു, ആകാശം, അഗ്നി, അങ്ങനെ 5 മഹാഭൂതങ്ങളാണ്. പൃഥ്വി, ജലം, തേജസ്, വായു, ആകാശം, അങ്ങനെ 5 മഹാഭൂതങ്ങളിൽ നിന്നും ഡിറൈവ് ചെയ്ത 3 ദോഷങ്ങളാണ് വാതപിത്ത കഫങ്ങൾ എന്ന് പറയുന്നത്. അത് ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായിട്ട് ആയുർവേദം കാണുന്നു. ഓക്കെ. അപ്പം ഡോക്ടർ, നമ്മളിപ്പം സ്പെസിഫിക് എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുമ്പം അല്ലെ ഇപ്പം കാലാവസ്ഥ മാറുമ്പോൾ അപ്പോഴൊക്കെ ഇത് ചേഞ്ച് ചെയ്യുമോ? ആഹാരം, സീസൺസ്, ശരീരത്തിലുണ്ടാകുന്ന പലതരം മാറ്റങ്ങൾ അല്ലെങ്കിൽ മൂഡ് വേരിയേഷൻസ് വരെയും നമ്മുടെ വാതപിത്ത കഫങ്ങൾ, നിങ്ങളുടെ ഒരു ജനറ്റിക് പ്രോട്ടോടൈപ്പാണ് വാതപിത്ത കഫം. നിങ്ങൾ ഒരു സിറ്റുവേഷനിലോട്ട് റിയാക്ട് ചെയ്യുന്നു, നിങ്ങളുടെ പ്രത്യേക ആട്രിബ്യൂട്ട്സ് എന്തൊക്കെയാണ്, ഒരു ഗിവൺ സിറ്റുവേഷനിൽ നിങ്ങൾ റിയാക്ട് ചെയ്യുന്നു, അതനുസരിച്ച് അങ്ങനെയുള്ള പല ഘടകങ്ങളും ബേസ് ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഈ ബേസിക് കൺസ്ട്രക്ഷനെയാണ് ഈ വാതപിത്ത കഫങ്ങൾ എന്നുള്ള അതിന്റെ ക്വാണ്ടിഫിക്കേഷനിലും അതിന്റെ കൺസ്ട്രക്ഷനിലുമാണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് ചേഞ്ച് ചെയ്യുന്നത് ഇൻഡിപെൻഡന്റ് ആയിട്ടാണോ, അതോ ലൈക്ക് ഇസ് ദർ സം ഡിപെൻഡൻസി ബിറ്റ്വീൻ ദം? ലൈക്ക് ഒരെണ്ണം കുറയുമ്പോൾ വേറെണ്ണം കുറയും, അങ്ങനെ വല്ലതും ഉണ്ടോ? ഇത് എക്സ്റ്റേണൽ സ്റ്റിമുലേഷൻസിന് എപ്പോഴും കൺഡ്യൂസീവാണ്. അത് വെളിയിൽ നിന്നുണ്ടാകുന്ന മാറ്റങ്ങൾ, എക്സാമ്പിൾ, നമ്മളൊരു പുതിയ സാഹചര്യത്തിലേക്ക് പോകുമ്പോഴേക്കും ശരീരത്തിലുണ്ടാകുന്ന ചേഞ്ചസും ആ സീസണിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളുണ്ടാകുന്ന മാറ്റങ്ങളും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനുണ്ടാകുന്ന ചേഞ്ചസും അതെല്ലാം ദോഷങ്ങളെ പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹെൽത്തിനെ വളരെ നേരിട്ട് ഇടപെടുന്ന 3 ആസ്പെക്ട്സ് ആണ് ശരിക്കും വാതപിത്ത കഫങ്ങൾ എന്ന് പറയുന്നത്. അതിനങ്ങനെ തന്നെ കാണണം എന്നുള്ളതാണ്. ഡോക്ടർ, നമ്മൾ ഈ ന്യൂ ജനറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു സ്ട്രെസ്ഫുൾ ലൈഫാണ് ഇപ്പോൾ കുറേ ആൾക്കാർ ലീഡ് ചെയ്യുന്നത്. അൺഹെൽത്തി ഹാബിറ്റ്സ് കാണും. മാത്രമല്ല ഇപ്പോൾ ഡിജിറ്റൽ ബേൺ ഔട്ട്, ഫറ്റീഗ്, ഇതെല്ലാം ഉണ്ട്. ഇതിനെതിരെ നമുക്ക് എന്ത് ആണ് ആയുർവേദത്തിൽ നിന്നുള്ള പ്രതിവിധി ഉള്ളത്? ഡിജിറ്റൽ ബേൺ ഔട്ട് അതൊരു പുതിയ ജനറേഷൻ ക്രിയേറ്റ് ചെയ്തൊരു ഒരു ഇഷ്യൂ ആണ്. നമ്മുടെ ഒരു പുതിയ ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു ബൈ പ്രൊഡക്റ്റ് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് ഡിജിറ്റൽ ബേൺ ഔട്ട് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ബേൺ ഔട്ടിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് നമ്മളുടെ കണ്ണിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ മൊത്തമുള്ള ഹെൽത്തിനെയും എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ കൊടുക്കുന്ന സ്ക്രീൻ ടൈം, അതിനുണ്ടാകുന്ന ആഫ്റ്റർ എഫക്ട്സ്, അതെല്ലാം കൂടെ ഒരു ബൈ പ്രോഡക്റ്റാണ് ഡിജിറ്റൽ ഫെറ്റീഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചാൽ ചില അഡ്വൈസസ് പറയുന്നുണ്ട്. റൂൾ ഓഫ് 20-20-20. ഇപ്പോൾ അത് 20 ഫീറ്റ് ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിൽ എവറി 20 മിനിറ്റ്സ് നമ്മൾ 20 സെക്കൻഡ് ഫോക്കസ് ചെയ്യുക. കണ്ടിന്യൂസ് നമ്മൾ സ്ക്രീൻ ടൈം യൂസ് ചെയ്യുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരു 20 മിനിറ്റ്സ് കഴിയുമ്പോഴേക്കും 20 ഫീറ്റ് ദൂരെയുള്ള ഒരു ഇമാജിനറി 20 ഫീറ്റ്സ് ആ ഓബ്ജക്റ്റിലേക്ക് നമ്മൾ 20 സെക്കൻഡ്സ് കണ്ണിനെ ഫോക്കസ് ചെയ്യുക. അപ്പോഴേ കണ്ണ് റിലാക്സ് ആവും, നമ്മുടെ മൈൻഡിന് റിഫ്രഷ്മെന്റ് കിട്ടും, ആ കണ്ടിന്യൂസ് കണ്ണിനുള്ള സ്ട്രെസ് അവിടെ വെച്ച് കട്ടാവും. അപ്പോൾ അതിന് റീബാലൻസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി അതുവഴി ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. പിന്നെ സ്ക്രീൻ ടൈം ലാസ്റ്റ് ഉറങ്ങുന്നതിനും
എഴുന്നേൽക്കുന്നതും ഉറങ്ങുന്നതും സ്ക്രീനിൽ നോക്കിക്കൊണ്ടാകരുത്. എഴുന്നേറ്റ് നമ്മൾ കണ്ണിന് അത്യാവശ്യം നല്ല ഒരു ശുദ്ധജലത്തിൽ കണ്ണൊക്കെ ഒന്ന് കഴുകി നമ്മൾ തനിയെ ഫ്രഷായി അതുപോലെ കിടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് മുമ്പായിട്ട് സ്ക്രീൻ ടൈം കട്ട് ചെയ്യണം. ഇതും ഈ നല്ല രീതിയിൽ ഈ വേൺ ഔട്ട് ആവുന്ന നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത്. ഒരു 20-20-20 ഇത് പറഞ്ഞല്ലോ, ഇത് ശരിക്കും പണ്ട് ആയുർവേദത്തിനകത്ത് എഴുതിയിട്ടുള്ളതാണോ അതോ ലൈക്ക് നമ്മൾ വരുന്ന അനുസരിച്ച് അപ്ഡേറ്റ് ആയതാണ്? നമ്മൾ ഓരോ സാഹചര്യം ഡിജിറ്റൽ ബേൺ ഔട്ട് പണ്ടുണ്ടായിരുന്നു ഇല്ലല്ലോ. ഇറ്റ്സ് ന്യൂലി ഉണ്ടായ ഒരു സംഭവമാണ്. സോ അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ അതിനോട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ടു ഹെൽപ്പ് അവർ സിസ്റ്റം നമ്മുടെ കണ്ണിനെയും നമ്മുടെ സെൻസറി ഓർഗൻസിനെയും ഒക്കെ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അതനുസരിച്ചുള്ള കാര്യങ്ങളാണത്. ഡോക്ടർ, ഈ സിദ്ധവൈദ്യം, ഈ യുനാനി, അതൊക്കെ ശരിക്കും ആയുർവേദമായിട്ട് സിമിലർ ആണോ അതോ ഇറ്റ്സ് ലൈക്ക് വെരി ഡിഫറെന്റ് തിങ്സ്? സിദ്ധവൈദ്യം എന്ന് പറയുന്നത് വളരെ ട്രഡീഷണൽ ആയിട്ട് നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ, അത് കന്യാകുമാരി ജില്ലയാണ് അതിൻ്റെ ഒറിജിൻ എന്നും പരശുരാമരാണ് അതിൻ്റെ ഇതെന്നും ഡിവൈസ് ചെയ്ത പ്രൊപ്പൗണ്ടർ എന്നുമാണ് പറയപ്പെടുന്നത്. ആയുർവേദം ഉണ്ടായത് ഹിമാലയത്തിൽ നിന്നാണെന്നും അത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതായിട്ട് പറയപ്പെടുന്നു. പിന്നെ യുനാനിക്ക് കുറച്ചുകൂടെ ഒരു ഗ്രീക്കോ അറബ് കൾച്ചറാണുള്ളത്. അപ്പോൾ യുനാനി ഈ മെഡിസിൻ സ്പെഷ്യലി ഒരു വൈദേശികമായുള്ളതും ആയുർവേദം ആൻഡ് സിദ്ധ കുറച്ചുകൂടെ നമുക്ക് റീജിയണൽ ആയിട്ടുള്ളതുമാണ്. ബട്ട് ആയുർവേദത്തിന്റെ ഒരു സ്കെയിൽ എന്ന് പറയുന്നത് ഇസ് വെരി ലാർജ്. സിദ്ധ കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടെ ഒരു റീജിയണലൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ സിസ്റ്റമാണ്. പിന്നെ ഉപയോഗിക്കുന്ന മരുന്നുകളുടെ വ്യത്യസ്ത നല്ല രീതിയിലുണ്ട്. ആയുർവേദത്തിൽ അധികമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലാന്റ് ബേസ്ഡ് മെഡിസിൻസ് ആണ്. സിദ്ധയിൽ നമ്മൾ അധികമായിട്ട് ഉപയോഗിക്കുന്നത് മിനറൽ ബേസ്ഡ് മെഡിസിൻസ് ആണ്. രസ പ്രിപ്പറേഷൻസ് അങ്ങനെയൊക്കെ അധികമായിട്ട് അവർ ഉപയോഗിക്കുന്നു. അങ്ങനെയാണ് ഇതിന്റെ ഒരു വേരിയേഷൻ എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ കർക്കിടക മാസം ശരിക്കും ആയുർവേദത്തിനകത്തൊരു ഇമ്പോർട്ടന്റ് മാസമാണല്ലോ. നമുക്കിപ്പോൾ കർക്കിടക കഞ്ഞിയുണ്ട്, ഈ സമയത്ത് കുറെ ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. എന്താണ് ഈ കർക്കിടകത്തിന് ഈ ഒരു സ്പെഷ്യാലിറ്റി കൊടുക്കാൻ കാരണം? കർക്കിടക സമയം എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു സീസണൽ സ്പെസിഫിക്കേഷൻ മനസ്സിലാക്കണം. നമ്മൾ സമ്മർ കഴിഞ്ഞു, പെട്ടെന്ന് നമ്മൾ മൺസൂണിലേക്ക് പോവാം. അപ്പോൾ നല്ല ഹൈ ടെമ്പറേച്ചർ അല്ലെങ്കിൽ നല്ലൊരു ചൂട് കാലത്ത് നിന്നും നമ്മൾ തണുത്ത കാലത്തേക്ക് പോകുമ്പോൾ ശരീരത്തിന് ഒത്തിരി വ്യതിയാനങ്ങളുണ്ടാകും, കുറേ വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെ ഒരു ചുട്ടുപഴുത്ത ഇരുമ്പ് കഷ്ണം നമ്മൾ ജലത്തിലിട്ടിട്ട് ഒരു കട്ടിയുള്ള സ്ഥലത്തേക്ക് തട്ടി ഒരു ചോലിലേക്ക് തട്ടി കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകുമോ, അതുപോലെ ശരീരത്തിന്റെ ആരോഗ്യം നല്ലതായി ക്ഷയിക്കും. ആ ക്ഷയിക്കുന്ന ആരോഗ്യത്തിനെ പ്രിസർവ് ചെയ്യാനായിട്ട് പല രീതിയിലുള്ള മെഡിക്കൽ മെക്കാനിസംസ്, പഞ്ചകർമ്മം പോലുള്ള പ്രത്യേക ഡയറ്ററി മോഡിഫിക്കേഷൻസ് ഒക്കെ ശരീരത്തിന് അനുഗുണമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിട്ട് ആയുർവേദം അഡ്വൈസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഈ മോയിസ്നെസ്, ആ സമയത്ത് ഉണ്ടാകുന്ന ഫംഗൽ മറ്റ് ഗ്രോത്ത്, നമുക്ക് ചുറ്റും ശ്രദ്ധിച്ചാൽ തന്നെ മനസ്സിലാവും. ആ ഉണ്ടാകുന്ന പ്രകൃതി കണ്ടുന്ന വളരെ പ്രകടമായ മാറ്റങ്ങൾ അത് ഉറപ്പായിട്ടും നമ്മുടെ ശരീരത്തിനെ, നമ്മുടെ ആരോഗ്യത്തെയും ബാധിക്കുക തന്നെ ചെയ്യും. അതിനുവേണ്ടി ഒരു പ്രിസർവേഷനാണ് ഈ കർക്കിടക ചികിത്സ എന്ന് പറയുന്നത്. ഡോക്ടർ, ഈ മുടി കൊഴിച്ചില്, താരൻ, ഇതിനൊക്കെ ആയുർവേദത്തിൽ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്? എന്തുകൊണ്ട് മുടി കൊഴിച്ചിൽ, എന്തുകൊണ്ട് താരൻ എന്ന് ആദ്യം മനസ്സിലാക്കി അതിന്റെ കാരണത്തിനെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വെറും സിംറ്റമാണ്. ഈ മുടി കൊഴിച്ചിൽ എന്ന് പറയുന്നത് വെറും സിംറ്റമാണ്. അതിനെ നമ്മുടെ കോസിനെ, റൂട്ട് കോസ് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ നമുക്ക് റിസേവ്. എന്നാൽ ജനറ്റിക് ആയിട്ടുള്ള അലോപേഷ്യ പോലുള്ള കണ്ടീഷൻസ് നമുക്ക് പൂർണ്ണമായി ചികിത്സിച്ച് മാറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിന്റെ സ്ട്രെസ് ബേസ്ഡുള്ള മുടി കൊഴിച്ചിൽ, സ്ട്രെസ്സിനെ കറക്റ്റ് ചെയ്താൽ മുടി കൊഴിച്ചിൽ നിൽക്കും. ഉള്ളതിനെ നമുക്ക് പ്രിസർവ് ചെയ്യാം. പുതിയ ഗ്രോത്ത് വരാൻ വേണ്ടി നമുക്ക് പലതരം മരുന്നുകൾ ഉപയോഗിക്കാം. അത് ട്രീറ്റബിൾ ആണ്. കഷണ്ടിയെ പറ്റി വല്ലതും പറഞ്ഞിട്ടുണ്ടോ? കഷണ്ടിയെ പറ്റി അത് ജനറ്റിക്കലാണ്. അലോപേഷ്യ എന്ന് പറയുന്നത് ജനറ്റിക്കലായിട്ടുള്ള നമ്മുടെ ജീൻ മോഡിഫിക്കേഷൻ കൊണ്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അതിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഉള്ളതിനെ പ്രിസർവ് ചെയ്യുക എന്നുള്ള പ്രധാനമായിട്ടും. ന്യൂ ഗ്രോത്ത് ഡിഫിക്കൽട്ടാണ് പല സിറ്റുവേഷനിൽ. ഇന്ന് പല യുവജനങ്ങളിലും നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഇൻഫെർട്ടിലിറ്റി, അല്ലെ ഇമ്പോർട്ടൻസി, ഉദ്ധാരണക്കുറവ്. ഇതെല്ലാം ഇതിനെതിരെ ആയുർവേദം എന്തെങ്കിലും പരാമർശിച്ചിട്ടുണ്ടോ? ഉണ്ട്. ആയുർവേദത്തില് കണ്ടീഷൻ ബേസ് ചെയ്തുള്ള ട്രീറ്റ്മെന്റുകൾ ഒത്തിരി ഉണ്ട്. അത് എന്തുകൊണ്ട് ഒരു പാത്തോളജിക്കൽ കാരണം കൊണ്ടാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്സിഡന്റിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ടുണ്ടായ ഇൻഫെർട്ടിലിറ്റി ആണോ, അല്ലെങ്കിൽ എഗെയിൻ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ആദ്യം ആ റീസണെ അഡ്രസ് ചെയ്തിട്ട് അത് ബേസ് ചെയ്തിട്ടൊരു ട്രീറ്റ്മെന്റ് പ്രോഗ്രാം പ്ലാൻ ചെയ്ത് അതനുസരിച്ച് മെഡിസിൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമ്മൾ അടിഞ്ഞു കിടക്കുന്ന ടോക്സിൻസിനെയൊക്കെ മാറ്റുന്ന രീതിയിൽ ഒരു പ്യൂരിഫിക്കേഷൻ തെറാപ്പി പോകണം. അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള സെമൻ, അത് ആയുർവേദത്തിൽ പറഞ്ഞിരിക്കുന്നത് 4 കോമ്പിനേഷൻസ് വരണം. ഋതു, സീസൺ, ക്ഷേത്രം, ഫെർട്ടൈൽ ആയിട്ടുള്ളൊരു വൂമ്പ്, നല്ല ന്യൂട്രീഷൻ, പിന്നെ ബീജം, നല്ല ക്വാളിറ്റിയുള്ള സെമൺ,
അതുണ്ടായാൽ മാത്രമേ, ഈ 4 കോമ്പിനേഷൻ ഉണ്ടായാൽ മാത്രമേ നല്ല ഫെർട്ടിലിറ്റി ഉണ്ടാവൂ. അപ്പോൾ ഈ 4 കണ്ടീഷനെയും നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എവിടെയാണ് അപാകത വന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്കതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഋതു എന്ന് പറഞ്ഞല്ലോ, സീസൺസ്, മോർ അബൌട്ട് ടൈമിങ്. ഓക്കെ, ലൈക്ക് അത് അപ്പം മനുഷ്യരിലും ഇന്ന സമയത്താണ് ബെറ്റർ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടോ ശരിക്കും? ആ ടൈമിങ് വളരെ പ്രധാനമാണ്. അപ്പം മെൻസ്ട്രൽ സൈക്കിൾസ് നോക്കി ഏറ്റവും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ടൈം കണ്ടെത്തി ആ സമയത്ത് നമ്മൾ റിലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. ഓക്കെ, അതൊരു ഒരു കൺസിഡറേഷൻ വേണം നമ്മൾക്കത് അതിനെ കാണാൻ. ഡോക്ടർ, ഈ ബാച്ചിലർ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്. അപ്പം അതിനകത്ത് ഒരു കോടതി കേസിൽ നമ്മൾ 1-2 ദിവസത്തേക്ക് ഇൻഫെർട്ടൈൽ ആവാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു കേസുണ്ട്. ലൈക്ക് ആയുർവേദം യൂസ് ചെയ്തു, 2 ദിവസത്തേക്ക് ഇൻഫെർട്ടൈലായി, അത് കഴിഞ്ഞ് പോയി. ശരിക്കും ഇങ്ങനെയൊക്കെ ഉണ്ടോ, അതോ ഇത് വെറും ഒരു എക്സാഗ്രേഷൻ മാത്രമാണോ? അതിനെ ആ സിനിമയുടെ കൺസെപ്റ്റായിട്ട് തന്നെ കാണണം. അതിൽ എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. ഒരു സെമൻ മെച്ചുവർ ആവാൻ അറൌണ്ട് 70 to many weeks, ആഴ്ചകളെടുക്കും. അപ്പോൾ നമുക്ക് 2 days കൊണ്ട് ഒരിക്കലും അതിന് ഇത് സ്റ്റോപ്പ് സ്റ്റാർട്ട് എന്നുള്ളൊരു രീതിയിലല്ല അത് വർക്ക് ചെയ്യുക. അത് അതിൻ്റേതായിട്ട് മെച്യൂരിറ്റി പീരീഡ് ഉണ്ട്, അതിൻ്റെ മെച്യൂർ ടൈമിംഗ് ഉണ്ട്. അതെല്ലാം കണക്കാക്കി വേണം, കണ്ടിട്ട് വേണം അങ്ങനെയൊക്കെ അത് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ. അതിൻ്റെ ആ ഒരു നോർമൽ ഫംഗ്ഷൻ ഓൾട്ടർ ചെയ്യുന്ന വെച്ചാൽ പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. അതുമല്ല അതിനെ ഓൾട്ടർ ചെയ്തിട്ട് പിന്നെ റിവേഴ്സ് ചെയ്യാന്നുള്ള അതിനേക്കാൾ ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ജസ്റ്റ് ആ ഫിലിമിൻ്റെ ഒരു കൺസെപ്റ്റ് വേണ്ടി അങ്ങനെ തന്നെ കണ്ടാൽ മതി. അതിൽ വേറെ റീസൺസ് ഒന്നുമില്ല. ഡോക്ടർ, ഇപ്പം നമ്മൾ കേരളം എന്നല്ല, നമ്മളിപ്പം ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഡിസീസ് നമുക്ക് അതിനെ പറയാൻ പറ്റില്ല, ഒരു കണ്ടീഷനാണ് PCOD. സോ ഇതിപ്പോൾ പുതിയതായിട്ടാണ് നമുക്കിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞു വരുന്നത്. ഇതിന് വേണ്ടിയും ആയുർവേദത്തിനകത്ത് ലൈക്ക് എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ്, പഥ്യം അങ്ങനെ വല്ലതും ഉണ്ടോ? പഥ്യം കൊണ്ട് PCODനെ നിയന്ത്രിക്കാൻ പാടാണ്. PCOD ഉണ്ടാകുന്ന ഒരുപാട് തരം ഗൈനക്കോളജിക്കൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവും. അത് നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ റീസണെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതോ അതിനെ ഇല്ലാതാക്കുന്നതോ നല്ല തരം മരുന്നുകൾ ആയുർവേദത്തിലുണ്ട്. ആദ്യം അതിൻ്റെ അളവ്, വലിപ്പം, കാര്യങ്ങളെല്ലാം ഒരു സ്റ്റഡിയിലൂടെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ പ്രശ്നത്തിനെ കണക്കാക്കി അതിനനുസരിച്ചുള്ള മരുന്നും അതിനനുസരിച്ചുള്ള ചികിത്സയും കൊടുത്തു കഴിഞ്ഞാൽ PCOD നമുക്ക് ക്യൂർ ചെയ്യാവുന്നതാണ്. അത് ട്രീറ്റബിൾ ആണ്. അഗൈൻ ആയുർവേദത്തിൽ തന്നെ നമുക്ക് നല്ല മരുന്നുകൾ ഉണ്ടായാലും ചെയ്യാൻ. ഡോക്ടർ, അപ്പം ആയുർവേദത്തിൽ ഇപ്പം എന്തുമാത്രം റിസർച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? ലൈക്ക് ഇപ്പം നമ്മളിപ്പം ഡിജിറ്റൽ ഫറ്റിഗിനെ പറ്റി പറഞ്ഞു, PCODനെ പറ്റി പറഞ്ഞു. ഇത് രണ്ടും പുതിയ ലൈക്ക് നമ്മൾ അറിഞ്ഞു വരുന്ന രോഗങ്ങളാണ്. അപ്പം എന്തുമാത്രം റിസർച്ചാണ് ഇപ്പോൾ ആയുർവേദത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ഒരു കാര്യം കൂടെ പറയാൻ, ബേസിക്കായിട്ട് നമ്മൾ ആദ്യം സംസാരിച്ച പോലെ വാതപിത്ത കഫങ്ങളാണ് ആയുർവേദത്തിൽ നമ്മൾ എല്ലാ കണ്ടീഷനെയും എന്ത് കൊണ്ടുവന്നു എന്നുള്ള ഒരു സ്റ്റഡി നടത്തുമ്പോൾ നമ്മൾ പ്രൈം ഫോക്കസ് കൊടുക്കുക. അപ്പം വാതപിത്ത കഫങ്ങളിൽ എന്ത് വേരിയേഷൻ ഉണ്ടാവുന്നു അതനുസരിച്ചാണ് ഈ അസുഖങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം നമുക്ക് ഏതുതരം പുതിയ ടെർമിനോളജി യൂസ് ചെയ്താലും നമുക്കതിനെ വാതപിത്ത കഫങ്ങളെന്ന അടിസ്ഥാന സിദ്ധാന്തം കൊണ്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇനിയൊരു കോംപ്ലിക്കേഷൻ, പുതിയൊരു രോഗം വന്നാൽ പോലും നമുക്കതിനെ ഫൈറ്റ് ചെയ്യാൻ ആയുർവേദം ക്യാപ്പബിളാണ്, ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മാതിരി കണ്ടീഷൻസിനെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് അതിൻ്റേതായ ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാംസും പ്രൊസീജിയേഴ്സും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണോ ഇതിൻ്റെയൊക്കെ ഇപ്പോൾ പുതിയൊരു എന്തെങ്കിലും ഒരു ട്രീറ്റ്മെൻറ്റ് വരുന്നത്? അത് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലാണോ അതോ ലൈക്ക് റിസർച്ച് പ്രോഗ്രാം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. നമുക്ക് സെൻട്രൽ കൗൺസിൽ ഓഫ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെറുതുരുത്തിയുണ്ട്. അല്ലാതെയുള്ള ആയുർവേദ ഹോസ്പിറ്റലുകളിൽ നടക്കുന്ന ക്ലിനിക്കൽ ട്രയൽസും ക്ലിനിക്കൽ ടെസ്റ്റൊക്കെ ഉണ്ട്. ബട്ട് അതൊരു എക്സ്റ്റെൻസീവ് പ്രോഗ്രാമായിട്ട് ശരിക്കും നടക്കുന്നില്ല. അത് ആ ഭാഗം നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. പുതിയ മരുന്നുകൾ, പുതിയ തരം ചാലഞ്ചസ് വരുമ്പോഴേക്കും നമ്മളുടെ സൊസൈറ്റീനെയും നമ്മുടെ ആൾക്കാരെയും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പല രീതിയിലും പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഡോക്ടർ, ഈ ആയുർവേദം ശരിക്കും ഒരു സ്ലോ എഫക്റ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമ്മൾ പഥ്യം കഴിച്ച് അങ്ങനെ അപ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഒരു അസുഖം വന്നു, ഞാൻ അതിൻ്റെ പ്രൊസീജിയർ ഫോളോ ചെയ്തു, പഥ്യമൊക്കെ ഫോളോ ചെയ്യുന്നു, എനിക്ക് അസുഖം മാറി. അപ്പോൾ എനിക്ക് പഥ്യം സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ, ഓർ ഷുഡ് ഐ കണ്ടിന്യൂ? നിങ്ങളൊരു പ്രൊസീജിയറിലൂടെ കടന്നു പോവാം. ഫസ്റ്റ് നിങ്ങളുടെ കണ്ടീഷനെ മനസ്സിലാക്കി അതനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് പ്രോഗ്രാം ഇടും. അതിൽ മെഡിസിൻസ് ഉണ്ടാവും, അതിൽ ചിലപ്പോൾ പ്രൊസീജിയേഴ്സ് ഉണ്ടാവും, അതനുസരിച്ച് ഡയറ്റ് ഉണ്ടാവും, അതിന് മെഡിസിൻസ് ഉണ്ടാവും. ഈ ഒരു ടോട്ടൽ പ്രോഗ്രാം അതിൽ നിങ്ങളുടെ ശരീരം ആ ഒരു കണ്ടീഷനിൽ നിന്നും മുക്തമായി ഹെൽത്തി സ്റ്റേറ്റിലേക്ക് വരുന്നത് വരെയും അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. വീര്യപ്രധാനം ഔഷധം വീര്യപ്രധാനമാണ്. ഈ പ്രധാനമായ ഔഷധത്തിന് നമ്മൾ ഹെവി ആയിട്ടുള്ള മസാലകളും ഹെവി ആയിട്ടുള്ള ഫ്ലേവേഴ്സും എടുത്തു കൊടുത്താൽ അത് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതിനൊരു ആംബിയൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും പഥ്യം പറയുന്ന കാര്യം. ചികിത്സ കഴിഞ്ഞു പതുക്കെ അപ്പോഴേക്കും ഡൈജഷൻ കൊടുക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ വളരെ ലൈറ്ററായിട്ടുള്ളതായിരിക്കും. ചിലപ്പോൾ സ്റ്റീംഡ് ഫുഡായിരിക്കും, ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള പവറുള്ള അത് കട്ടിയുള്ള ആഹാരം കൊടുക്കാറില്ല. അപ്പോൾ അതിനെ
പതിയെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുക എന്നുള്ള, അതുകൊണ്ട് പതിയും കുറച്ച് കണ്ടിന്യൂ ചെയ്തിട്ട് പതുക്കെ പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ പറയുന്നത് ബോഡീൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഈസി ആയിരിക്കും എന്നുള്ളതാണ്. ഡോക്ടർ, ഈ ആയുർവേദത്തിൽ ചികിത്സിക്കാൻ പറ്റാത്ത രോഗം അങ്ങനെ നമുക്ക് പറയാം, ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ലേ, ക്രോണിക് ആയിട്ടുള്ള കണ്ടീഷൻസിൽ വരുന്ന പല അസുഖങ്ങളും നമുക്ക് മെയിൻ്റനൻസ് മാത്രമാണ് പോസിബിൾ. ചിലപ്പോൾ നമുക്കത് പൂർണ്ണമായും ട്രീറ്റ്, ഒരിക്കലും നമ്മളുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ പൂർണ്ണമായും കട്ടായെന്ന് വെക്കുക, പൂർണ്ണമായും കട്ടാകാറില്ല. ഓൾമോസ്റ്റ് 30% നമ്മളുടെ ഷുഗർ ഇൻടേക്കിനെ അസിമുലേറ്റ് ചെയ്യാനും കപ്പാസിറ്റി ഉള്ള തരം ഇൻസുലിൻ പ്രൊഡക്ഷൻ ഇല്ലാത്ത അവസ്ഥയിലാണ് നമുക്ക് ഡയബറ്റിക് കണ്ടീഷൻ ഉണ്ടാവുക. ഒരിക്കൽ അതിൻ്റെ ഇൻസുലിൻ്റെ പ്രൊഡക്ഷൻ നിന്ന് പോയാൽ പിന്നെ ഒരു റീപ്രൊഡക്ഷൻ പോസിബിൾ അല്ല, മെയിൻ്റനൻസ് മാത്രമാണ് പോസിബിൾ. അപ്പോൾ ഫുള്ളി ക്യൂറബിൾ അല്ലാത്ത കണ്ടീഷൻസ് ഒത്തിരിയുണ്ട്. ബട്ട് വി കുഡ് മെയിൻറ്റെയിൻ ഇറ്റ് ഗുഡ്, നല്ലതായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ ആയുർവേദം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ്ലി ഒരു കൂടുതൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, പക്ഷെ ക്യൂർ ചെയ്യാൻ കുറച്ച് പാടായിട്ടുള്ള ഒരു ഇതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. കൂടുതൽ ഇമ്മ്യൂണിറ്റി കൊടുക്കാം, നമുക്ക് രോഗപ്രതിരോധം വർക്ക് ചെയ്യാം, ക്രോണിക് കണ്ടീഷൻസിന് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒത്തിരി മെഡിസിൻ കണ്ടീഷനുണ്ട്, ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാം, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. നമ്മളുടെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മൾ എന്ത് ചെയ്തെന്ന് ചോദിക്കുമ്പോൾ ഒത്തിരി ടൂൾസ് ആയുർവേദം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനെ നമ്മൾ നോക്കി നമുക്ക് എന്താണ് സ്യൂട്ടബിൾ ആവുന്ന അതിനെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്ക് കുറേ അധികം കണ്ടീഷനിൽ നല്ല രീതിയിൽ നമുക്ക് കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുപോകാം. ഡോക്ടർ, ഇപ്പം നമ്മൾ പെയിൻ കില്ലേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു ഫാസ്റ്റ് ആക്ഷൻ ഡ്രഗ് ആണ്. അതേ കൂട്ട് ആയുർവേദത്തിൽ വല്ല ഫാസ്റ്റ് ആക്ഷൻ കിട്ടുന്ന ടൈപ്പ് എന്തെങ്കിലും മരുന്നുണ്ടോ? കുറച്ചുകൂടെ സിദ്ധ പ്രിപ്പറേഷൻസ് ആയുർവേദത്തിൽ കുറേ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെറ്റലർജിയിൽ വരുന്ന ചില മരുന്നുകൾക്ക് അങ്ങനെ ഫാസ്റ്റ് ആക്ഷൻ കപ്പാസിറ്റിയും ഉണ്ട്. ബട്ട് അഗൈൻ അതിൻ്റെ യൂസ് വളരെ മിനിമലായിട്ടാണ് ശരിക്കും സൗത്ത് ഇന്ത്യയിലെ ഡോക്ടേഴ്സ് യൂസ് ചെയ്യുക. നോർത്ത് ഇന്ത്യയിൽ കുറേ കൂടെ പ്രോമിനൻ്റ് ആയിട്ട് മിനറൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇവിടെ നമുക്ക് കുറവ്, ബട്ട് ദർ ആർ വെരി ഗുഡ് മെഡിസിൻസ്, നമുക്ക് അതിന് മെഡിസിൻസ് ഉണ്ട്. അത് എന്തിനാണ് ശരിക്കും ട്രീറ്റ് ചെയ്യുന്നത്? ആ മരുന്ന് എന്ത് ട്രീറ്റ്മെന്റ് ആയിട്ടാണ്? പെയിൻ കില്ലേഴ്സിന് യൂസ് ചെയ്യാം, ഹൈ ഫീവർ കണ്ടീഷൻസിന് യൂസ് ചെയ്യാം, റെഗുലർ നെർവസ് ഇംബാലൻസസ് അല്ലെങ്കിൽ ഓവർ സ്റ്റിമുലേഷൻ ഓഫ് നെർവ്സിന് യൂസ് ചെയ്യാം, അങ്ങനെ പല കണ്ടീഷൻസിന് യൂസ് ചെയ്യാം. ഡോക്ടർ, ഈ പാമ്പ് കടി ഏറ്റ് കഴിഞ്ഞാൽ ആയുർവേദത്തിൽ എന്തെങ്കിലും ചികിത്സാ മാർഗമുണ്ടോ? പാമ്പ് കടി ഒരു ആലോചിക്കുക, 1956-ലാണെന്ന് തോന്നുന്നു നമുക്ക് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഇവിടെ വരുന്നെന്ന് തോന്നുന്നു. സോ അതിനു മുമ്പ് നമുക്ക് ആൾക്കാരുടെ ഇവിടെ ഉണ്ട്, സമൂഹമുണ്ട്, നമ്മുടെയൊക്കെ ആൾക്കാർക്ക് ഇതേപടി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പോഴൊക്കെ അതിനെ കൈകാര്യം ചെയ്തിരുന്നത് ഇതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള വൈദ്യന്മാരും നോർമൽ ആയിട്ടുള്ള പ്രാക്ടീഷണേഴ്സുമാണ്. അപ്പോൾ അന്ന് അവർ അത് ചെയ്തിരുന്നു എന്ന് ഉള്ള ഒരു നോളജ് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് പറഞ്ഞു കേട്ടും ഉള്ള അറിവ് എനിക്കുകൊണ്ട് എന്നോട് പലരും അതിനെപ്പറ്റി വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴെത്രത്തോളം അത് ഫോളോ ചെയ്യുന്നുള്ളത് അതിനെപ്പറ്റി നമുക്ക് ആലോചിക്കാനുണ്ട്. അന്ന് വളരെയധികം മരുന്നുകൾ അതിന് വേണ്ടി ഉണ്ടായിരുന്നു. അത് കെട്ടുകളെന്ന് പറയും, പലതരം മരുന്നുകളുടെ ജോയിന്റ് അല്ലെങ്കിൽ പലതരം മിനറലുകളുടെ ജോയിന്റ്, അത് ആ കടിച്ച ഭാഗത്ത് വെച്ച് കൊടുക്കുമ്പോഴേക്കും വിഷം കുറഞ്ഞൊന്നും രക്ഷപ്പെട്ടതായിട്ടുള്ള സ്റ്റോറീസ് ഞാൻ ഒത്തിരി കേട്ടിട്ടുണ്ട് റിലയബിൾ സോഴ്സസിൽ നിന്ന്. ബട്ട് അഗെയിൻ അതിനൊക്കെ ഒരു സബ്സ്റ്റാൻഷ്യൽ പ്രൂഫ് വെച്ച് തെളിയിക്കുക എന്ന് വെച്ചാൽ ദാറ്റ് വിൽ ബി എ ഡിഫിക്കൽട്ട് തിങ്. ബട്ട് നല്ല രീതിയിൽ നമ്മൾ അത് ചെയ്തിരുന്നു. ടോക്സിക്കോളജി നല്ല സ്ട്രോങ് ആയിട്ട് ആയുർവേദത്തിനുണ്ടായിരുന്നതാണ് പറയുന്നത്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ലൈക്ക് ഞാനിങ്ങനെ ചില തമിഴ് സിനിമകളിൽ ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഈ ഒരു ആയുർവേദ പണ്ടത്തെ കടകൾ കാണിക്കുമ്പോൾ ആയുർവേദ സെന്റർ, അപ്പം പാമ്പ് കടിച്ച ആളെ കൊണ്ടുവരുമ്പോഴത്തേക്കും ഒരു കുടത്തിനകത്ത് ഇങ്ങനെ കുറേ മരുന്ന് കെട്ടിയിട്ടേക്കും. അപ്പം അതിൽ നിന്ന് ഓക്കെ ഏത് പാമ്പാ, ഇങ്ങനെ ഇരിക്കുന്ന പാമ്പാന്ന് പറഞ്ഞിട്ട് എടുത്ത്. സോ അങ്ങനത്തെ ഒരു ഇതായിരുന്നു ഇല്ലേ പണ്ട്? അങ്ങനെയായിരുന്നു. ഇപ്പോഴും നമ്മളിപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ തന്നെ ചിലപ്പോഴൊക്കെ കടിച്ച പാമ്പിനെയും കൊണ്ട് തന്നെ ആൾക്കാർ വരാറുണ്ട്. അത് ആ ടോക്സിക്കൽ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാൻ അത് അവരെ ഹെൽപ്പ് ചെയ്യുമെങ്കിലും ബട്ട് അഗൈൻ ട്രീറ്റ്മെന്റ് എപ്പോഴും നമ്മൾ ഈ സിനിമയിൽ കാണുന്ന പോലെ അതിനെ മുറിക്കുക, അതിൽ കടിച്ചിട്ട് അതിൻ്റെ വിഷം വലിച്ചെടുക്കാൻ ശ്രമിക്കുക, സ്ട്രാങ്കുലേറ്റ് ചെയ്യുക, ഇതെല്ലാം തന്നെ നമ്മൾ അഡ്വൈസബിൾ അല്ല, മെഡിക്കലി അഡ്വൈസബിൾ അല്ല. അപ്പം അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഡോക്ടർ, ഈ ക്യാൻസറിനെതിരെ എന്താണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്? ചികിത്സാ രീതികൾ അല്ലെങ്കിൽ സർട്ടൻ ടൈപ്പ് ഓഫ് ലൈഫ് സ്റ്റൈൽ, അതെങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്? ക്യാൻസർ പല ഘട്ടത്തിലും ഉള്ള ക്യാൻസറിന് ആയുർവേദത്തിൽ ചികിത്സ എന്ന് പറയാനേക്കാട്ടിലും അതിൻ്റെ കോംപ്ലിക്കേഷൻസിനെ കുറയ്ക്കാനും ശരീരത്തിന് അതിനോട് ഫൈറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടാനുള്ള മരുന്നുകൾ കൊടുക്കുകയാണ് ക്യാൻസർ ചെയ്യുന്നത്. അത് ഒരു പരിധി വരെ നമുക്ക് പൂർണ്ണമായും ക്യാൻസർ മാറിയ കേസസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്.
വിത്ത് എവിഡൻസ്, വിത്ത് ക്ലിനിക്കൽ പ്രൂഫ് കൊണ്ട് നമുക്ക് പറയാൻ പറ്റും. എന്നാലും ക്യാൻസറിന്റെ ഒരു എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ക്യാൻസറിൽ ആയുർവേദത്തിൽ നടക്കുന്നില്ല. ചില ആയുർവേദ ഹൗസസ് നല്ല രീതിയിൽ ക്യാൻസർ ചെയ്യുന്നവരുണ്ട്, ഇപ്പോഴും ഉണ്ട്. അത് ഇന്ത്യയുടെ പല ഭാഗത്തുണ്ട്, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യയിൽ. ഇതിനെ പറ്റി ഇപ്പം റിസർച്ച് വല്ലതും നടക്കുന്നുണ്ടോ? അതോ ഉറപ്പായിട്ടും ഇന്ത്യയിൽ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ആയുർവേദ കോളേജിന് തന്നെ ഓൺ R&D റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് യൂണിറ്റുകളുണ്ട്. അല്ലാതെ ഗവൺമെന്റ് കീഴിൽ, സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ റിസർച്ച് യൂണിറ്റ് ഉണ്ട്. എല്ലായിടത്തും ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയൊക്കെ വളരെ രീതിയിൽ നല്ല രീതിയിൽ ഇതിന്റെ പഠനങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കൊരു നല്ല റിസൾട്ട് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ, ഇപ്പം നമ്മൾ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ ഏറ്റവും പ്രശ്നകരമായിട്ടുള്ളൊരു രോഗമാണ് ഡയബറ്റിസ്. അതൊരു ക്രോണിക് അസുഖമാണ്, നമുക്ക് വന്നു കഴിഞ്ഞാൽ കുറേ കാലം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതിനെതിരെ ആയുർവേദത്തിൽ വല്ല ട്രീറ്റ്മെൻറ്റ് വല്ലതും ഉണ്ടോ? ആയുർവേദത്തിൽ ഡയബറ്റിക്കിനെ കണ്ടെയ്ൻ ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റുകളുണ്ട്. ആദ്യമേ പറയാം, ഡയബറ്റിക് നമുക്ക് ഒരിക്കലും ക്യൂർ ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യൽ മാത്രം നടക്കുക. ഈ പറഞ്ഞ പോലെ ഒരിക്കൽ ആ ഇൻസുലിൻ പുറപ്പെടുവിക്കുന്ന ഗ്രന്ഥികൾ നശിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടുന്ന വിധത്തിലുള്ള ഒരു ഇൻസുലിൻ പ്രൊഡക്ഷൻ നടക്കത്തില്ല. അപ്പോൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ശരീരത്തിലുണ്ടാകുന്ന ഒത്തിരി എല്ലൊരിക്കൽ അസുഖം വന്ന മലയാളത്തിൽ നമ്മളിത് പറയാം, ശരീരത്തിൻ്റെ നല്ല എനർജീനെ ഇത് വലിച്ചു കളയും. അപ്പോൾ ആ ഡെഫിസിറ്റ് വരുന്ന എനർജീനെ സപ്ലിമെൻ്റ് ചെയ്യാൻ കൊടുക്കുന്ന മരുന്നുകളും ആളിൻ്റെ ജീവിതശൈലിയിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ ഷുഗർ എന്ന് പറയുന്നത് പഞ്ചസാര കഴിച്ചാൽ മാത്രമല്ല വരാം, ചോറിൽ നിന്ന് വരാം, ട്യൂബേഴ്സിൽ നിന്ന് വരാം, അല്ലാതെ കഴിക്കുന്ന കാർബ് ബേസ് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ എല്ലാം ശരീരത്തിലേക്ക് ഷുഗർ വരാം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? അവിടെ ആൾക്ക് നല്ലൊരു ഡയറ്റ് പ്രോഗ്രാം അഡ്വൈസ് ചെയ്ത് കൊടുക്കുക. പ്ലസ് അതിനെ ശരീരത്തിന് ഇൻസുലിൻ പ്രൊഡക്ഷന് സമാനമായ ആയുർവേദത്തിലുള്ള മരുന്നുകളുണ്ട്, നല്ല മരുന്നുകളുണ്ട്. ശരീരത്തിൻ്റെ ഇൻസുലിൻ ഷുഗർ ലെവൽ കുറയ്ക്കാൻ കഴിവുള്ള നല്ല മരുന്നുകൾ ആയുർവേദത്തിൽ, അത് അഡ്വൈസ് ചെയ്ത് കൊടുക്കാം. അതുപോലെ സെക്കൻഡറി അബ്സോർപ്ഷൻ നടത്തും. അതായത് എല്ലാം കിഡ്നി വഴിയല്ല ഷുഗർ അബ്സോർബ് ചെയ്യുന്നത്, അത് ലിവറിലേക്ക് സ്റ്റോർ ചെയ്യുന്നു, മസിൽ വഴി ഒരു അബ്സോർപ്ഷൻ നടക്കും. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ മരുന്നിനേക്കാൾ പ്രധാനമാണ് വ്യായാമം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു ജീവിതശൈലി മാറ്റത്തിലൂടെ നമുക്കിനെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്യാം.